ഇപ്പോഴത്തെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്തുടുക്കും ബോച്ച് ഹണി റോസ് ഇതൊക്കെയാണല്ലോ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാട്ടോ. ഞാനിപ്പോ ഒരു ടീഷർട്ട് ഇട്ടു, ഞാനൊരു സാരി ഉടുത്തു, എനിക്ക് ബോഡി ഫിറ്റ് അതാന്ന് പറഞ്ഞ് എനിക്കൊരു കംഫർട്ട് അതാണ് നോക്കിയിട്ട് ഞാനത് ഇട്ടു. പക്ഷേ ഞാൻ നിർബന്ധം പിടിക്കുന്നതിൽ തെറ്റോ ശരിയോ എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അതായത് ഞാനൊരു ബ്രൈസർ ഷഡ്ഡി ഇട്ട് പോയിട്ട് അത് ഉടുത്തിട്ട് ഞാൻ പോകുമ്പോൾ നിങ്ങൾ നല്ല അഭിപ്രായം തന്നെ എന്നെക്കുറിച്ച് പറയണം എന്നൊരു വാശി നല്ലതാണോ അല്ലയോ എന്ന് എനിക്കൊരു പിടുത്തില്ല. അത് നല്ലതല്ല. നിങ്ങൾ എന്നെക്കുറിച്ച് വളരെ ബഹുമാനത്തോടുകൂടി നല്ല ബ്രായിട്ടോ, നല്ല ഭംഗിയുണ്ടോ എന്ന് പറയണോ, അല്ല അതിനൊരു കുറ്റം പറഞ്ഞു നമ്മൾ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്ന പുരുഷന്മാർ എന്ന് പറയുന്നത് അവർക്ക് വികാര വിചാരങ്ങളുള്ളവരാണ്. ചിലവരത് പബ്ലിക്കിൽ വന്ന് ഒമിറ്റ് ചെയ്യും, ചിലവർ അത് സ്വകാര്യതയിൽ ഉൾക്കൊള്ളും, ചിലവരിങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ ഈ പബ്ലിക്കിൽ വന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് വളരെ ബഹുമാനത്തോടെ സംസാരിക്കണം എന്നൊരു നിർബന്ധം പിടിക്കാമോ ഇല്ലയോ, അത് ഞാൻ ചിന്തിച്ചതാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു ബ്രായിട്ട് അല്ലെങ്കിൽ ഞാനൊരു എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മറ്റുള്ളവർക്ക് വികാര വിചാരങ്ങൾ ഉണരുന്ന ഡ്രസ്സിട്ട് ഞാൻ നടന്നിട്ട് നിങ്ങൾ എന്നോട് ബഹുമാനം കാണിക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് എന്തെങ്കിലും വൃത്തിയുടെ രീതിയിലുള്ളൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. അല്ല ഇപ്പോൾ ഹണി റോസ് ചെയ്ത പോലെ നമ്മൾ പോയിട്ട് ഒരു പരാതി കൊടുത്തു എന്ന് കരുതുക, എനിക്കിത് പിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ പരാതി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളിനി പരാതികളായിരിക്കുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക വിങ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങുമോ? അല്ല, അത് എങ്ങനെയാ അതിൻ്റെ സൊല്യൂഷൻ? എനിക്കൊരു പിടുത്തം കിട്ടണില്ല. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണോ? അതായത് നമ്മൾ സ്ത്രീകൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഇട്ടു, അല്ലെങ്കിൽ നമുക്ക് ഒരു ഈ പറഞ്ഞവരെ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് പോകുന്നു, എനിക്ക് ബഹുമാനം തന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും പരാതി കൊടുക്കാൻ പോയാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതി പറയും ജാമ്യം കൊടുക്കണില്ല, പോയി അവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ജയിലുകളെല്ലാം പുതിയത് പണിയോ? അല്ലല്ല, എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയൊരു ഡൗട്ടാണ്. ഇത് മിക്ക സ്ത്രീകൾക്കും തോന്നുന്നുണ്ടാവും. കാരണം പലവരും വളരെ നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചിലവർ പറയോ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ആ സാരി ഒന്ന് മാറിയപ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോളൂ, പക്ഷെ ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് വികാര വിചാരങ്ങളോട് നോക്കാൻ പാടില്ല. അവരെനിക്ക് എൻ്റെ ഈ ഡ്രസ്സിന് വളരെ റെസ്പെക്റ്റ് തന്നെ എന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. വാശി പിടിച്ചാലും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ പോയാൽ എത്ര പരാതി കൊടുക്കും, എത്ര ജയിലുകൾ, ഇതിന് പ്രത്യേക വിങ് തന്നെ തുടരേണ്ടി വരും. ഉറപ്പായിട്ടും തുടങ്ങേണ്ടി വരും. അല്ലേ തോന്നുന്നില്ലേ?